ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ മൈക്രോസോഫ്റ്റ് റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ എന്നൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ഐക്കണാണ് അത് നേരെ ഇൻസ്റ്റാൾ കൊടുത്തേക്കോ. ഇൻസ്റ്റാൾ അയക്കുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ മേലെ നോക്കുക പ്ലസ് സിമ്പലിൽ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പം ആഡ് പി സി കൊടുക്കുക. ആഡ് പി സിയിൽ ആഡ് മാനുവലി സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡെമോസ് ഐ പിയിലാണ്. നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഐ പി കിട്ടും. അത് കഴിഞ്ഞാൽ ആഡ് യൂസർ അക്കൗണ്ട് കൊടുക്കുക. ഡെമോയിൽ നമ്മൾ യൂസർ നെയിമിൽ നമ്മൾ തരുന്ന ഐ ഡി പിന്നെ പാസ്വേഡ് കൊടുത്തിട്ട് സേവ് കൊടുക്കുക. മുകളിലൊരു സേവ് ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കതുപോലെ ഐ പി അഡ്രസ്സ് എന്നിട്ട് ഓട്ടോ റൊട്ടേഷൻ കൊടുക്കുക. എന്നാലും നമുക്കത് ഹൊറിസോണ്ടൽ വൈസ് ചെയ്യുമ്പോൾ ഫുള്ള് സ്ക്രീൻ കാണാൻ പറ്റും. എന്നിട്ട് ആ ഐ പി അഡ്രസ്സ് അവിടെ ഓൾറെഡി വന്നല്ലോ, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കാണിക്കും. അതിനകത്ത് ടിക്ക് കൊടുത്തിട്ട് കണക്ട് കൊടുത്തേക്കുക. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പാണ് വരുന്നത്. ഇനി നിങ്ങൾ കാണുന്ന ഹൊറിസോണ്ടൽ വൈസ് നമ്മൾ ചെയ്തുകൊണ്ടാണ് ആ ഒരു ഐക്കൺ നമ്മുടെ വിൻട്രേഡിൻ്റെ ഐക്കൺ വരും. ജസ്റ്റ് നമ്മൾ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. നമ്മുടെ മൗസ് നമ്മുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് നമ്മുടെ മൗസിനെ കൺട്രോൾ ചെയ്യാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരും. അപ്പോൾ അതൊന്ന് മാക്സിമൈസ് നമുക്ക് മിനിമൈസ് ആണെങ്കിൽ അത് മാക്സിമൈസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഓൾറെഡി കുറേ സിമ്പിൾസ് ഉണ്ടെങ്കിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹൈഡ് ഓൾ കൊടുത്ത് ആഡ് ചെയ്യുന്ന വിധം റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. സിമ്പിൾസിൽ ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് ലോങ് പ്രസ് കൊടുക്കുന്നതാണ് റൈറ്റ് ക്ലിക്ക്. അപ്പോൾ നമുക്ക് ഇതുപോലെ സിമ്പിൾസ് വരും. അതിനകത്ത് ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോണ ഫോറക്സിൽ ആ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നും വേണ്ട അത് സെലക്ട് ചെയ്യുക. ഷോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആഡ് ആയി. അതിന് യെല്ലോ കളർ വന്നതിനർത്ഥം നമ്മുടെ ലിസ്റ്റിലോട്ട് ആഡ് ആയി എന്നാണ്. സ്കാനർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ ബാങ്ക് നിഫ്റ്റിയും കൂടെ NSE F&O ഫ്യൂച്ചറിൽ എന്ന് ബാങ്ക് നിഫ്റ്റി ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ്. നമ്മൾ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. സേവ് ചെയ്ത ശേഷം സ്കാനർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം അതിനകത്ത് തന്നെ സേവ് ആയിക്കോളും. ഇപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയും ആഡ് ചെയ്തു, നിഫ്റ്റി ആഡ് ചെയ്തു, പിന്നെ ഏതെങ്കിലും ഒരു ഷെയറും കൂടെ ആഡ് ചെയ്ത ശേഷം കണ്ടോ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഷോ കൊടുത്തേച്ചാൽ മതി. എൻ്റെ യെല്ലോ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. യെല്ലോ കളർ വന്നതെന്ന് വെച്ചാൽ അത് ആഡ് ആയി എന്നാണ് അർത്ഥം. എന്നിട്ട് കണ്ട മേളിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന പോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് മേലോട്ട് ആക്കാൻ പറ്റും. എന്നിട്ട് മിനിമൈസ് ക്ലിക്ക് ചെയ്യുമ്പോൾ പഴയതുപോലെ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും. കാരണം എന്നിട്ട് ബാങ്ക് നിഫ്റ്റി OPT എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഓപ്ഷനാണ്. BNWC അതായത് ബാങ്ക് നിഫ്റ്റി വീക്ക്ലി കോൾ ഓപ്ഷൻ. അതിൻ്റെ താഴെ പുട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സ്ട്രൈക്ക് വേണോ ആ സ്ട്രൈക്ക് അവിടെ ചെന്നിട്ട് സെലക്ട് ചെയ്യുക, ഷോയിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് ഓപ്ഷൻ വളരെ സിമ്പിളാണ്. നമ്മൾ ആഡ് ചെയ്യുന്നതെല്ലാം അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. അതുപോലെ ചെന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ അതിൻ്റെ താഴെ നിഫ്റ്റി ഓപ്ഷൻസ് എന്ന് നടക്കൊണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ ഓപ്ഷൻസ് വരും. അതിനകത്ത് ഇതുപോലെയാണ് കോൾ ഓപ്ഷൻ കഴിഞ്ഞ് പുട്ട് ഓപ്ഷൻ വരും. ഇത് സെലക്ട് ചെയ്ത ശേഷം ഞാൻ ചെയ്യാൻ പോണത് സ്കാനർ സെറ്റ് ചെയ്യാണ്. അതിന് USD നമ്മളൊരു പെയറല്ല ഫോറക്സ് പെയർ ആഡ് ചെയ്യുമല്ലോ, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ റൈറ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ലോങ് പ്രസ് ആണ്. ചാർട്ട് വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചാർട്ട് വരും. മാക്സിമൈസ് ചെയ്ത് കൊടുക്കുക ചാർട്ടിനെ. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നോക്കി വെച്ചാൽ നിങ്ങൾ നേരെ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുക. ഇൻട്രാഡേ 5 മിനിറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ആ ഒരു സിമ്പിൾ കണ്ടല്ലോ ക്ലോക്കിൻ്റെ അപ്പുറമുള്ള അത് എന്താണ് ടെംപ്ലേറ്റ് ആണ്. അവിടെ നിന്ന് ഞാൻ 1.2 സ്കാനർ സെറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് എക്സ്ട്രാ സിമ്പിൾസ്, ആരോ പോലത്തെ സിമ്പിൾസൊക്കെ ഇല്ലേ, പ്ലസ് സിമ്പിളൊക്കെ വരും. അപ്പോൾ റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. റൈറ്റ് സൈഡിൽ ലാസ്റ്റിൽ റീഫ്രഷ് ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് റീഫ്രഷ് ചെയ്ത് വന്നു. അപ്പോൾ നോക്കിയാൽ നമ്മൾ ആഡ് ചെയ്ത എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്കാനറിലോട്ട് കയറി വന്നു. ഇനി അത് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സെൽ ട്രെൻഡാണ് നടക്കുന്നത്. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾക്ക് കിട്ടും. കണ്ടോ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓപ്പണായി വന്നു. അപ്പം ഇനി നോക്കിക്കേ ഏറ്റവും അലേർട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. ഇനി ഏറ്റവും താഴത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് താഴെ കാണാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊന്ന് നോക്കിയാൽ AUD CAD അത് നമ്മുടെ സ്കാനർ പേജാണ്. എഗെയിൻ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഞാൻ നിഫ്റ്റി ഓപ്പൺ ചെയ്യുകയാണ്. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റായിട്ട് ഈ ചാർട്ട് ഇങ്ങോട്ട് ഓപ്പണായി വരും. ഓക്കെ അല്ലേ? ഇപ്പോൾ താഴെ നോക്കിയാൽ നമ്മൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ആഡ് ചെയ്ത് ഇനി ഇത് രണ്ടും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം താഴ്ത്തുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ വന്നോളും. ഇനി ഞാൻ രണ്ടാമത് സ്കാനറിൽ ചെന്നിട്ട് ഏതാണ് നമുക്ക് വേണ്ടത് ആ ഓപ്ഷൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഇനി ഓപ്ഷൻ ചാർട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടെ ഒന്ന് ചെയ്യണം. ഓപ്ഷൻ്റെ ചാർട്ട് അതായത് കോൾപുട്ട് ഓപ്ഷൻ വരുമ്പോൾ കോൾപുട്ട് ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടെംപ്ലേറ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. ടെംപ്ലേറ്റ് വിൻഡോയിൽ ചെന്നിട്ട് WinTrader 8.1 ഓപ്ഷൻ എന്ന ടെംപ്ലേറ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ടാർഗറ്റ് കിട്ടും. ഇപ്പോൾ നോക്കി ഇത് 3 ചാർട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് ഓപ്ഷൻ. ഇതെല്ലാം നിങ്ങൾക്ക് സ്കാനറിൽ നല്ല ഡയറക്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു വിധം കൂടെ കാണിച്ചു തരാം. നമ്മൾ മാർക്കറ്റ് വാച്ച് ആഡ് ചെയ്ത സിമ്പിളിൻ്റെ പുറത്ത് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ചാർട്ട് വിൻഡോ കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുക. എന്നിട്ട് ടെംപ്ലേറ്റ് ചെന്നിട്ട്
8.1 അതാണ് നമ്മുടെ നോർമൽ നമ്മുടെ ടെംപ്ലേറ്റ്. ഓപ്ഷന് മാത്രം ഓപ്ഷൻ ടെംപ്ലേറ്റ് കണ്ടോ. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന സ്കാനറിൽ നിന്നല്ലാതെ മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ഡയറക്റ്റായിട്ട് സിമ്പിൾ ഓപ്പൺ ചെയ്യാം. നമ്മൾ എന്ത് ഓപ്പൺ ചെയ്താലും താഴത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സേവ് ആയിക്കോളും. ഇത് വളരെ സിമ്പിളാണ്. ചാർട്ട് വിൻഡോ കൊടുക്കുക. ഞാൻ ആ സെലക്ട് ചെയ്ത് അറ്റ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ചൂണ്ട് വിരലുകൊണ്ടൊന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. എന്നിട്ട് ടൈം ഫ്രെയിം സെറ്റ് ചെയ്ത് ടെംപ്ലേറ്റ് ചെല്ലുക. കണ്ട ക്ലോസ് സിമ്പിളിൻ്റെ അപ്പുറമുള്ളതാണ് ടെംപ്ലേറ്റ് 8.1. ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ്റെ ടെംപ്ലേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യാവുള്ളൂ. എന്തൊക്കെ സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സേവ് ആയിക്കോളും. പിന്നെ ഇത് നിങ്ങൾ യൂസ് ചെയ്ത ശേഷമില്ല, ഇത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. മിനിമൈസ് ആയിട്ട് നമ്മൾ ഓരോ വിൻഡോസ് ഓപ്പൺ ചെയ്തിട്ട് മിനിമൈസ് ആയിട്ട് ഇടത്തില്ല, അതുപോലെ മിനിമൈസ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ടേച്ചാൽ മതി. മിനിമൈസ് ചെയ്യുന്ന വിധവും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫോണിൽ യൂസ് ചെയ്യുന്ന വിധമാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ 1 ടൈം 1 യൂസിൽ നമുക്ക് ഫോണിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിലും യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സെയിം IP വെച്ചിട്ട് 1 ടൈം 1 യൂസിൽ. ഇപ്പം ക്ലോസ് ചെയ്യുന്ന വിധം എന്ന് വെച്ചാൽ ഏറ്റവും മേഖലയിൽ നിങ്ങൾക്ക് പ്ലസ് സിമ്പലും ഒരു പിന്നെ ഇതിൻ്റെ ഒരു ഐക്കണും കാണാൻ പറ്റും. എന്തിൻ്റെയാണ് റിമോട്ടിൻ്റെ നമ്മൾ ടൈപ്പ് ചെയ്ത ഐക്കണും. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരും. ഇപ്പോൾ കണ്ടോ, ഞാൻ താഴെ ആഡ് ചെയ്തിട്ടിരിക്കുന്നതെല്ലാം അവിടെ തന്നെ കിടക്കുന്നതുണ്ടോ. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മാറ്റാൻ കൂടി പറ്റും. കണ്ടോ, ഞാൻ ഒരു 3-4 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്തിട്ടാലും അത് അവിടെ തന്നെ അത് സേവ് ആയിട്ട് കിടന്നോളും. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ആരോ കൊണ്ട് നമ്മുടെ ആ ചൂണ്ടുവിരലുകൊണ്ട് ഇങ്ങനെ ആരോനെ നമുക്ക് കൺട്രോൾ ചെയ്യിക്കാം. ആരോ സിമ്പിൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആരോനെ നമുക്ക് കൺട്രോൾ ചെയ്യിപ്പിക്കാം. പിന്നെ ഇത് ക്ലോസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. മുകളിലത്തെ റിമോട്ടിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റും നമുക്ക് ഞാൻ മുകളിൽ നിന്ന് ടെംപ്ലേറ്റ് എടുത്ത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടെംപ്ലേറ്റ് എടുക്കാം. പിന്നെ ആ മുകളിൽ ആ ഒരു സിമ്പിളില്ല, അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. നമ്മൾ ബാക്കിലോട്ട് വന്നു. ഹോമിൻ്റെ പടമില്ലേ, വീടിൻ്റെ ഒരു പടം ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് ബാക്ക് അടിച്ച് ഇറങ്ങണ്ട, അത് മിനിമൈസ്. പിന്നെ നമ്മൾ താഴത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നോക്കിയാൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ വിൻഡോയിലോട്ട് പോകാം. അപ്പോൾ ഇത് മിനിമൈസ് ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. നിങ്ങൾക്കത് ക്ലോഗ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതവിടെ വർക്ക് ചെയ്ത് കിടന്നോളും. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും വിൻഡോയിലോട്ട് പോകാം. കേട്ടോ, ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇതിനെക്കുറിച്ച് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.